ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സാധാരണ റിലേഷൻഷിപ്പിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് പല സിറ്റുവേഷൻസിലും പല രീതിയിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക, ഈ റിലേഷൻഷിപ്പ് ഭയങ്കര എന്താ പറയുക ബോറിംഗ് ആണ്, അല്ലെങ്കിൽ ഇതെനിക്ക് പറ്റിയിട്ടുള്ളതല്ല, ഞാൻ ചുമ്മാ വന്നു, അതല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പ് സക്സസ് ആവാൻ സാധ്യതയില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഇപ്പോൾ ഒരു 8 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും സാധാരണയായിട്ട് റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ഓരോ കാര്യം സംഭവിക്കുന്ന സമയത്തും നിങ്ങൾ എൻ്റെ റിലേഷൻഷിപ്പ് ഇത് ഓക്കെ ആവില്ല, അല്ലെങ്കിൽ ഇത് മിക്കവാറും അടുത്തായിട്ട് ബ്രേക്കപ്പ് ആവും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ചുമ്മാതെയാണ്. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ആ 8 കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഈ 8 കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഹെൽത്തി റിലേഷൻഷിപ്പും ഹാപ്പി റിലേഷൻഷിപ്പും ഒക്കെ ആയിരിക്കാം. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ, അതായത് ഒരു ഹെൽത്തി ഹാപ്പി റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചെറിയതായിട്ട് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും. അതായത് കുറച്ചൊക്കെ ബോർ അടിക്കുന്ന ഒരു ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് ആ റിലേഷൻഷിപ്പ് ബോറിംഗ് ആയതുകൊണ്ടല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പകരം അവിടെ എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതായത് നിങ്ങൾക്കിടയിൽ എന്തോ ഒരു മാറ്റം വരുന്നുണ്ട്. ചിലപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ അവരെങ്ങനെ എന്തെങ്കിലും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അത്തരത്തിൽ ഇത്രയും നാളുള്ളത് പോലെയല്ല, ചെറിയ രീതിയിലൊരു മാറ്റം നിങ്ങളിൽ വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ബോറിംഗ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയാം, ഒരു മാറ്റം നിങ്ങൾക്ക് അവിടെ അനിവാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇത്രയും നാളുള്ളത് പോലെ അല്ലാതെ ചെറിയൊരു മാറ്റം നിങ്ങളിലും കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെ ഇതിനെ നമ്മൾ പറയാറുള്ളത് ബോർഡം എന്നാണ്. അപ്പം ഇങ്ങനെ ബോറടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും ആ റിലേഷൻഷിപ്പ് വളരെ ബോറിംഗ് ആയതുകൊണ്ടോ നിങ്ങൾക്കുള്ള റിലേഷൻഷിപ്പ് അല്ലാത്തത് കൊണ്ടോ നിങ്ങൾ രണ്ടുപേരും ഓക്കെ അല്ലാത്തത് കൊണ്ടോ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല, ഇതെല്ലാ റിലേഷൻഷിപ്പിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചൊക്കെ ബോറിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. ആ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പഴയതുപോലെ തന്നെ ആക്കാനായിട്ട് പറ്റും എന്നുള്ളത്, അല്ലെങ്കിൽ പഴയ രീതിയിലേക്ക് അത് മാറി വന്നോളും. അപ്പം എല്ലാ ആളുകളിലും വരുന്നൊരു സംഭവമാണ് കുറച്ചൊക്കെ ബോറടിക്കുക എന്ന് പറയുന്നത്. സോ അത് സ്വാഭാവികമാണ് എന്നത് മനസ്സിലാക്കുക. ഇങ്ങനെ ബോറടിക്കുന്നതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് നിർത്തി പോകണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നഷ്ടമാവുന്നത് മാത്രമാണ്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് വേറൊരു ബന്ധത്തിലേക്ക് പോകുന്ന സമയത്തും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ തോന്നുന്നുണ്ടാവുക, കുറച്ച് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. സോ അത് എന്തായാലും എല്ലാ ആളുകളിലും തോന്നുന്ന ഒരു സംഭവമാണ്, എല്ലാ റിലേഷൻഷിപ്പിലും ഉള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇന്റിമസിയാണ്. ഇപ്പൊ ഇന്റിമസി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാവും ഈ ഫിലിംസിലൊക്കെ കാണുന്ന കുറച്ച് സീൻസ് ആണ്. അതായത് ഭയങ്കര ഇന്റിമസി ഫീൽ ചെയ്യുന്ന കുറേ മൂവീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള കുറേ സീനുകളും കാര്യങ്ങളൊക്കെ, നായകനും നായികയും അങ്ങനെയൊക്കെ വളരെയധികം ഇഷ്ടത്തോടെ കെയർ ചെയ്തിരിക്കുന്ന അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുള്ളത്. സാധാരണ എല്ലാവരുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ളതൊക്കെയാണ് സാധാരണ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാവാറുള്ളത്. അതായത് എല്ലാ റിലേഷൻഷിപ്പിലും ഇന്റിമസി ഒക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ഇന്റിമസി കൂടുന്ന സമയത്ത് ഇങ്ങനെ കെയർ ചെയ്യാറുണ്ട്, ഇങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ റിലേഷൻഷിപ്പും ഡിഫറെന്റ് ആണ്, എല്ലാ ആളുകളും ഡിഫറെന്റ് ആണ് എന്നുള്ളത്. സോ ഓരോ ആളുകളും അവരുടെ ഉള്ളിലുള്ള സ്നേഹം പ്രകടമാക്കുന്നത് പല രീതിയിലായിരിക്കും. അതുകൊണ്ട് ഇന്റിമസി എല്ലാവരിലും ഒരേപോലെ ആകണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെയാണ്, എൻ്റെ കയ്യിൽ അങ്ങനെ അല്ലല്ലോ, സോ എന്താണ് ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, വലിയ ഇന്റിമസി ഒന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടാവില്ലേ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കും എന്നുള്ളതാണ്. അങ്ങനെ സംശയം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്റിമസി എന്ന് പറയുന്നത് എല്ലാ ബന്ധങ്ങളിലും എല്ലാ ആളുകളിലും വ്യത്യസ്തമായിട്ടായിരിക്കാം വരുന്നത്. സോ നിങ്ങളുടേത് എങ്ങനെയാണെന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം മറ്റുള്ള ബന്ധം പോലെ അല്ല എന്ന് കരുതിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ അല്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഡൗട്ടാണ്, സംശയം. അതായത് സംശയം എന്ന് പറയുമ്പോൾ വേറെ രീതിയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണറെ ഇഷ്ടമല്ലാതെ തോന്നാം എന്നുള്ളതാണ്. അവരോടൊരു ഇഷ്ടക്കേട് നമുക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് എല്ലാവരിലും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും നെഗറ്റീവ്സ് ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്കൊരു ഇഷ്ടക്കേട് ഫീൽ ചെയ്യും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ എല്ലാ നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങളും അറിയാൻ കഴിയില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് അവർക്ക് എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടക്കേടും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഇഷ്ടക്കേട് വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, ഇവനെയാണോ അല്ലെങ്കിൽ ഇവളെയാണോ ഞാൻ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്.
ഈ ഒരു ഇഷ്ടക്കേട് എന്ന് പറയുമ്പോൾ അത് ആ ഒരു സിറ്റുവേഷനിൽ വരുന്നൊരു സംഭവമാണ്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തരണം ചെയ്ത് നമ്മൾ പൊക്കോളും. പിന്നെ നമ്മൾ വീണ്ടും പഴയ പോലെ അവരെ സ്നേഹിക്കാൻ തുടങ്ങുന്നുള്ളതാണ്. അവരുടെ പോരായ്മകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ അവരെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുള്ളതാണ്. അപ്പോൾ ഇവരെയാണോ ഞാൻ സ്നേഹിക്കുന്നത് എന്നുള്ള സംശയമൊക്കെ നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിലും അത് സാധാരണയാണ്. അതും നിങ്ങൾ സാധാരണയായിട്ട് എടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ചെറിയ വേറെ സംശയങ്ങളൊക്കെ വരാം. അതായത് സംശയങ്ങൾ വരാമെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഇഷ്ടക്കൂടുതൽ കൊണ്ട് സംശയങ്ങൾ വരാറുണ്ട്. ഇഷ്ടക്കൂടുതൽ വരുന്ന സമയത്ത് നമ്മൾ വല്ലാതെ പൊസസീവ് ആവാറുണ്ട്. അങ്ങനെയാവുന്ന സമയത്ത് പല രീതിയിലും നമുക്ക് സംശയങ്ങളൊക്കെ വരാം. അതും സാധാരണയായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. കുഞ്ഞു കുഞ്ഞു സംശയങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വലിയ രീതിയിലുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മോശമാണെന്ന് മാത്രമല്ല അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വൈകാതെ തന്നെ ബാധിക്കുന്നുള്ളത് മനസ്സിലാക്കുക. അതല്ലാതെ കുഞ്ഞു കുഞ്ഞു സംശയങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതായത് ശരിക്കും എന്നെ ഇഷ്ടമായിരിക്കുമോ, ഇനിയിപ്പോൾ എന്നെ ഇഷ്ടമാവില്ലേ, ഇനിയിപ്പോൾ ഞാനല്ലാതെ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ, ഇങ്ങനെയൊക്കെ തോന്നുന്നത് ആ ഒരു ഇഷ്ടക്കൂടുതൽ കൊണ്ട് നമുക്ക് വരുന്ന കുഞ്ഞു കുഞ്ഞു സംശയങ്ങളൊക്കെയാണ്. അതൊക്കെ സ്വാഭാവികമായിട്ട് എടുക്കുക. അവർക്കും നമ്മളോട് അങ്ങനെ തോന്നും. ചിലപ്പോൾ ആ രീതിയിലൊക്കെ ചെറുതായിട്ടൊക്കെ പെരുമാറുന്നൊക്കെ ഉണ്ടായിരിക്കും. അതും സ്വാഭാവികമായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ, അതായത് ഇഷ്ടക്കേട് വരുന്നുണ്ടായിരിക്കും. ഇഷ്ടക്കേട് കൊണ്ട് തന്നെ ഇവരെ ഞാൻ സ്നേഹിച്ചു പോയല്ലോ, അല്ലെങ്കിൽ ഇവരെ ശരിക്കും ഈ റിലേഷൻഷിപ്പ് ഓക്കെ തന്നെയാണോ, ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഓക്കെ ആണോ, ഇങ്ങനെയുള്ള പല സംശയങ്ങളും വരുന്നുണ്ടാവും. അത് നോർമലായിട്ട് കാണാം. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ സെൽഫ് ടൈം ആണ്. നമുക്ക് തനിയെ ഇരിക്കണം എന്നൊരു ആഗ്രഹം തോന്നുന്നത്. ഇത് ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും, എത്ര ഹാപ്പിയുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും നമുക്ക് തോന്നുന്നൊരു കാര്യമാണ് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം, എനിക്ക് തനിച്ചൊന്നിരുന്ന് കുറച്ച് ടൈം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമല്ലാത്ത ആളുകളൊന്നും ആരും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കും, ഒരു KSRTC ബസ് അല്ലെങ്കിൽ ഒരു ബസ്സിൽ അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ നമ്മൾ പോവുകയാണ്. അപ്പൊ നമ്മൾ സൈഡ് സീറ്റിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത ആളിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബോറടിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടാവുക, ആഗ്രഹിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുള്ള പാട്ടൊക്കെ കേട്ട് കാഴ്ചകൾ കാണുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സിൽ പല ചിന്തകളും ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ യാത്ര ചെയ്യണം എന്ന് വിചാരിക്കുന്നവരാണ്. മീൻസ് ഒറ്റയ്ക്ക് പോവുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുക, ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ നമ്മൾ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു എന്ന് കരുതിയിട്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പ്രശ്നമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ എന്തായാലും എല്ലാവർക്കും തോന്നുന്നുണ്ടാവും. അതിപ്പോൾ ഏത് ബന്ധത്തിലാണെങ്കിലും തോന്നുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇരിക്കാൻ, തനിച്ചിരിക്കാനൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അങ്ങനെ ഒരു ആഗ്രഹം വരുന്നുണ്ട്. ഇപ്പൊ റിലേഷൻഷിപ്പിലായിട്ടും എനിക്ക് അങ്ങനെ ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ അതിനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറ്റപ്പെടുത്താതിരിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സാധാരണയായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് തന്നെയാണ്. ഇങ്ങനെ തോന്നുന്നത് സ്വാഭാവികമാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ്. വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും. രണ്ടുപേർക്കിടയിൽ നല്ല രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും വരുന്നത് വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറിൽ നിന്നാണ്. രണ്ടുപേർക്കും നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ ചെറിയ വഴക്കുകളും കാര്യങ്ങളൊക്കെ വരില്ലേ, അത് അക്സെപ്റ്റ് ചെയ്യല്ലേ വേണ്ടത്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിൽ തീരെ ചേരില്ല, ഞങ്ങളൊരു മാച്ചും ഇല്ല, അപ്പം ഇന്നിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഞങ്ങൾ ഭാവിയിൽ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, വലിയ വഴക്കാവും എന്നൊക്കെ വിചാരിക്കുന്നത് തെറ്റല്ലേ? നിങ്ങളെന്നെ ആലോചിച്ച് നോക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ തുടക്കത്തിൽ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾ ഏത് രീതിയിലുള്ളതാണ്, അല്ലെങ്കിൽ എൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ പിന്നീട് അങ്ങോട്ട് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നുള്ളതാണ്. കൂടുതൽ അങ്ങോട്ട് രണ്ടുപേരും സ്നേഹിച്ച് തുടങ്ങുമ്പോൾ പല കാര്യങ്ങളും അവർ നിങ്ങൾക്ക് വേണ്ടിയും സാക്രിഫൈസ് ചെയ്യും, നിങ്ങൾ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നതൊക്കെ തെറ്റായിട്ടോ അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമായിട്ടോ നിങ്ങൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തെ അവർ സ്നേഹിക്കണം എന്നൊരു ചിന്ത ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അവർക്ക് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല. ഇതും സാധാരണയാണ്. പല ആളുകളിലും നമ്മൾ കാണാറുണ്ട്, സ്റ്റാർട്ടിങ് ഒക്കെ ഇപ്പൊ ഇവരുടെയൊക്കെ ഫാമിലീസ് ഒക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. അതായത് ആ ഫാമിലിയോട് ആ ആൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഫാമിലിയോട് ചിലപ്പോൾ അവർക്ക് ഭയങ്കര അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പോകെ അത് ഇല്ലാണ്ടാവും എന്നുള്ളതാണ്. പിന്നീട് അവർക്ക് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളെ ഒന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിഷ്ടപ്പെടണം എന്ന് വിചാരിച്ച് ആ ഒരു നിർബന്ധ ബുദ്ധി കാണിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ചോയ്സാണ്, എന്ത് ചെയ്യണം, എങ്ങനെ ഇഷ്ടപ്പെടണം എന്നുള്ളത്. ചിലപ്പോൾ അവരുടെ സ്വഭാവമായിട്ട് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളുടെ സ്വഭാവമായിട്ട് ചേർന്നുണ്ടായിരിക്കില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. ചിലപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക. അതല്ലാതെ ആൾക്ക് എൻ്റെ ഫാമിലിയെ തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ സെറ്റ് ആവില്ല, ഇങ്ങനെയൊന്നും ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന പോലെ തന്നെ ഫാമിലിയെ സ്നേഹിച്ചാൽ മാത്രമാണ് ഈ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോവുള്ളൂ എന്ന് വിചാരിക്കരുത്. അങ്ങനെ ചിന്തിക്കാതിരിക്കുക. കാരണം കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ തമ്മിൽ സെറ്റ് ആയിക്കോളും. അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. അവരുടെ ഫാമിലിയെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് അവർ നിർബന്ധ ബുദ്ധി കാണിക്കുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു നിർബന്ധം പിടിക്കാതിരിക്കുക. പിന്നെ അങ്ങനെ പരസ്പരം ഒരു ഫാമിലിയെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒരു തെറ്റായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. മിക്ക റിലേഷൻഷിപ്പിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ടുപേരുടെ ലൈഫിലും ഉയർച്ച ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ രണ്ടുപേർക്കും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ആള് ചിലപ്പോൾ
കുറച്ചുകൂടി ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തരുന്ന ടൈമിൽ എല്ലാത്തിലും മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി തിരക്കിലായി എന്നുള്ളത് കൊണ്ടാണ്. അപ്പം നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ കുറച്ചുകൂടി ബിസിയായി മാറുമ്പോൾ അവരോടുള്ള നിങ്ങളുടെ അപ്രോച്ചും പെരുമാറ്റവും എല്ലാം മാറും. അപ്പോൾ ഇങ്ങനെ ഉയർച്ചകൾ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ മാറുന്നത് കൊണ്ട് അവർക്ക് ഈ റിലേഷൻഷിപ്പിനോട് താല്പര്യമില്ല എന്നുള്ളതോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇനി ഓക്കെ ആവില്ല എന്നുള്ളതോ ഒരു അർത്ഥമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് സാധാരണയായിട്ട് എടുക്കുക. പഴയതുപോലെ ആവില്ല, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാവും. അതും സാധാരണയാണ്, സ്വാഭാവികമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഏറ്റവും ലാസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ മിക്ക ആൾക്കാരും വിചാരിക്കുന്ന കാര്യം എന്നറിയോ, ഇപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന ആള് എൻ്റെ അച്ഛനാവണം, സഹോദരനാവണം, എൻ്റെ കൂട്ടുകാരനാവണം, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി എനിക്ക് എൻ്റെ അമ്മയായിട്ട് മാറണം, അതേപോലെ എൻ്റെ പെങ്ങളായിരിക്കണം, എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരി ആയിരിക്കണം, എൻ്റെ പ്രണയിനി ആയിരിക്കണം, എൻ്റെ ഭാര്യ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് എന്നുള്ളതാണ്. ഈ എല്ലാം ഒരാൾക്കെന്നെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാം? അങ്ങനെ എല്ലാം ഒരാൾക്ക് ചെയ്തു തീർക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നതും ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഒരാൾക്ക് ഒരാളായിട്ട് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. പല സാഹചര്യങ്ങളിലും അവർ പല രീതിയിൽ പെരുമാറിയെന്നിരിക്കാം. അതിന് ചിലപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അമ്മയെ പോലെ സ്നേഹിക്കുന്നു എന്ന് പറയാം. നമ്മളുമായിട്ട് വഴക്കുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പെങ്ങളെ പോലെ ഇത് പറയാം. അതല്ലാതെ അവരെ ഇന്ന ആളെന്നെ ആയിരിക്കും, അതായത് ഈ ആൾ എപ്പോഴും എനിക്ക് എൻ്റെ അമ്മയെ പോലെ ആയിരിക്കണം, എപ്പോഴും എൻ്റെ പെങ്ങളെ പോലെ എന്നോട് പെരുമാറണം എന്ന് പറയുന്നത് അങ്ങനെ ശാഠ്യം പിടിക്കുന്നത് ശരിയല്ല. അപ്പൊ അങ്ങനെയല്ല എന്ന് കരുതിയിട്ട് ആളൊരു നല്ല പാർട്ട്ണർ അല്ലെങ്കിൽ നല്ലൊരു നമ്മൾ പ്രണയിക്കുന്ന ഒരാൾ അല്ല എന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരാൾക്ക് അയാളായിട്ട് ഇരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ വേറെ പലരും പറയുന്നുണ്ടാവും അവൾ എനിക്ക് എൻ്റെ എല്ലാമാണ് അല്ലെങ്കിൽ അവൻ എനിക്ക് എൻ്റെ എല്ലാമാണ്, ഇങ്ങനെയൊക്കെയാണ് എന്നോട് പെരുമാറാറ്, ഇങ്ങനെ പറയണ്ടാവും. എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ല എന്നുള്ളത് നിങ്ങൾ ഈ ഒരു സമയത്ത് ഓർക്കുന്നത് നല്ലതാണ്. അവർക്ക് ആ രീതിയിൽ പെരുമാറാൻ അറിയും, ഇവർ ആ രീതിയിൽ പെരുമാറുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ആളുകളൊക്കെ ഒരാളിൽ തന്നെ വേണം എന്ന് വിചാരിക്കരുത്. ബാക്കിയുള്ള ആളുകളെ അവരുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ നമുക്ക് നമ്മുടെ അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മയ്ക്ക് മാത്രമേ നമ്മൾ അത്ര സ്നേഹിക്കാനോ നമ്മൾ എത്ര കെയർ ചെയ്യാനോ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു സ്നേഹം നമ്മൾ നമ്മുടെ ഭാര്യയുടെയോ അല്ലെങ്കിൽ നമ്മൾ പ്രണയിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അവരങ്ങനെ സ്നേഹിക്കില്ല, അതേപോലെ സ്നേഹിക്കാൻ കഴിവുള്ളവരായിരിക്കും. എങ്കിലും അമ്മയുടെ സ്നേഹം അമ്മയുടെ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും നമുക്ക് സന്തോഷമുള്ളത്. അങ്ങനെയാണ് കിട്ടുള്ളൂ. അതേപോലെ നമ്മുടെ സഹോദരനാണെന്നുണ്ടെങ്കിലും ആ ഒരു എന്താ പറയുക, ആ ഒരു അടുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അവരിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഒരാളിൽ നിന്ന് കിട്ടണം. അപ്പൊ ഇതെനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നില്ല എന്ന് കരുതിയിട്ട് റിലേഷൻഷിപ്പ് മോശമാണെന്നോ ശരിയല്ല എന്നോ നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഒട്ടുമിക്ക റിലേഷൻഷിപ്പിലും ഇങ്ങനെ ആയിരിക്കും. അതായത് ഒരാളിൽ നിന്ന് തന്നെ എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടാവും, പക്ഷെ അങ്ങനെ കിട്ടണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ വിചാരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഇത്രയും പോരായ്മകളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്റെ ബന്ധം ഓക്കെ അല്ല എന്നുള്ളതൊക്കെ. പക്ഷേ ഇതൊക്കെ സാധാരണയാണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ ബന്ധങ്ങളിലും നടക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് മറ്റൊന്നിനല്ല, ഇതിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൊണ്ട് തന്നെ ബ്രേക്കപ്പ് ആയിട്ടുള്ള കുറേ പേരുണ്ട്, കുറേ ആളുകൾ അങ്ങനെയുള്ളവരുണ്ട്. പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വളരെ ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ. ഞാൻ വിചാരിക്കുന്ന പോലെ എല്ലാ ആൾ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ ആളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, ഇതൊന്നും കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ മുന്നോട്ട് പോകണം എന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആ വഴിയെ നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും. അതല്ലാതെ ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ വേണം എൻ്റെ ബന്ധം മുന്നോട്ട് പോകാൻ എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. മാത്രമല്ല പല കാര്യങ്ങളും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇതൊക്കെ എൻ്റെ റിലേഷൻഷിപ്പിൽ മാത്രമേ സംഭവിക്കാറുള്ളൂ, ബാക്കിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്ന ആളുകളാണെന്ന് വിചാരിക്കാറുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന അതേ പ്രശ്നം, അതായത് ബേസിക് ആയിട്ടുള്ള പ്രശ്നം അതായിരിക്കും, പക്ഷെ പല രീതിയിലായിരിക്കുന്നു മാത്രം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങൾ മാത്രം വന്നുകൊണ്ട് പല ബന്ധങ്ങളിലും ഉണ്ടാവാറുണ്ട്. നമുക്കത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ ആവും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 8 കാര്യങ്ങളും എല്ലാ ബന്ധങ്ങളിലും സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.